വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിന് പിന്നാലെ ഉയർന്ന നിയമനക്കോഴ ആരോപണങ്ങളിൽ കേസെടുത്ത് പോലീസ്. താളൂർ സ്വദേശി പത്രോസ്, പുൽപ്പള്ളി സ്വദേശി സായൂജ് എന്നിവരുടെ പരാതികളിലാണ് കേസ്. മരണത്തിൽ KPCC ഉപസമിതി അംഗങ്ങൾ തെളിവെടുപ്പ് നടത്തുന്നതിന് വയനാട്ടിലെത്തി. അദ്ദേഹം ഒപ്പിടാത്തൊരു എഗ്രിമെന്റിനെ സംബന്ധിച്ച് പറയുന്നു. അതിനെ സംബന്ധിച്ച് IC തന്നെയാണ് ഈ വയനാട് SP-ക്ക് പരാതി കൊടുത്തത്. അത് ആലോചിച്ചിട്ട് ഈ അന്വേഷണ കമ്മീഷന്റെ നിഗമനവും കണ്ടെത്തലുകളും ശുപാർശകളും ഞങ്ങൾ KPCC കൊടുക്കും. ഇറ്റ് ഈസ് അപ് ടു ദ KPCC ലീഡർഷിപ്പ് ടു ഫൈനലൈസ്. പരാതി ഉണ്ടെന്ന് ഞങ്ങൾ സ്ഥിരീകരിച്ചു. ഈ വിജിലൻസിന്റെയും പോലീസിന്റെയും അന്വേഷണത്തെ സ്വാഗതം ചെയ്യാനാണോ? അന്വേഷണത്തെ ഞങ്ങൾ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു ലീഗൽ പ്രൊസീജിയറാണ്. ദാറ്റ് ഇസ് പാർട്ട് ഓഫ് അവർ ലീഗൽ പ്രൊസീജിയർ. ലെറ്റ് ഇറ്റ് ബി. MLA തത്സമയം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഈ പറയുന്ന കേസെടുത്തവർക്കെതിരെ എന്താണ് നടപടി എന്നുള്ള കാര്യം അത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറയുകയാണ്. അത് കുറച്ചുകൂടി ഗുരുതരമാവുന്നു. ആത്മഹത്യക്കുറിപ്പ് പുറത്തു വന്നുകൂടി വയനാട്ടിലെ DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണം അത് ഗുരുതരമാകുന്നു. കുടുംബത്തിന്റെ പരാതി ഗൗരവത്തോടെ പരിഗണിക്കുമെന്ന് സണ്ണി ജോസഫ് MLA ഇപ്പോൾ പറയുകയാണ്. എന്തായാലും ആരോപണ വിധേയനായ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് CPIM പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇന്ന് നൈറ്റ് മാർച്ചാണ് CPM-ന്റെ. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ IC ബാലകൃഷ്ണൻ MLA-യും ND അപ്പച്ചനും ഗോപിനാഥുമാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കത്ത് പുറത്തു വന്നിട്ടുള്ളത്. ഇനി ഇതിലപ്പുറം ഒന്നും തെളിവുകൾ പുറത്തു വരാനില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി IC ബാലകൃഷ്ണൻ രാജിവെക്കാൻ വേണ്ടി തയ്യാറാവണം. അതോടൊപ്പം തന്നെ ഈ പരാമർശിക്കപ്പെട്ട 3 പേർക്കെതിരെയും അതുപോലെ തന്നെ കൂട്ടാളികൾക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് CPIM ആവശ്യപ്പെടുന്നത്. വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭം ഏറ്റെടുക്കും. ഇപ്പോൾ നൈറ്റ് മാർച്ച് CPIM-ൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. മനുഷ്യച്ചങ്ങല ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു. ആ നിലയിൽ വലിയ പ്രക്ഷോഭവുമായി ഇവരെ അറസ്റ്റ് ചെയ്യുന്നവരെയുള്ള IC ബാലകൃഷ്ണൻ രാജിവെക്കുന്നവരെയുള്ള പ്രക്ഷോഭങ്ങളായി മുന്നോട്ട് പോകാനാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത്. ഇതൊരു ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ചുരുക്കി ഇപ്പോൾ കാണാൻ കഴിയില്ല. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം നടത്തിയിട്ടുള്ള ഇരട്ട കൊലപാതകമാണ്. 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളൊരു മനുഷ്യനെ അവഹേളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ ഉൾപ്പെടെയുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. വേട്ടക്കാരൊക്കെ ഒപ്പം ചേർന്നുകൊണ്ട് ഇരകളായ വിജയേട്ടനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അവഹേളിക്കുന്നത് അവസാനിപ്പിക്കാൻ തയ്യാറാകണം. ഈ ബാധ്യതയെല്ലാം വന്നത് കോൺഗ്രസിന് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ കോൺഗ്രസിനാണല്ലോ അതിൻ്റെ ഉത്തരവാദിത്തം. വിജയേട്ടൻ തന്നെ അത് വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ സുർജിത്ത്, ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരുമ്പോൾ പലവിധ സംശയങ്ങൾ അന്തരീക്ഷത്തിൽ അഭ്യൂഹമായി ഉയർന്നിരുന്നു. ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരുമ്പോൾ അത് മറ്റൊരു ഡയമെൻഷനിലേക്ക് മാറുകയാണ്, രാഷ്ട്രീയമായും അല്ലാതെയും, രാഷ്ട്രീയമായും നിയമപരമായും. സുർജിത്ത്, ഇന്ന് CPM-ന്റെ പ്രതിഷേധ പരിപാടി എങ്ങനെയാണ്? വയനാട് കോൺഗ്രസ് ഈ ആത്മഹത്യാക്കുറിപ്പിനെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ്? വ്യവഹാര വഴി, കേസിന്റെ വഴി എങ്ങനെയാണ് സുർജിത്ത്? ഹാഷ്മി, വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് ഒരു ശക്തി പ്രകടനം എന്നുള്ള നിലയിൽ തന്നെയാണ് ബത്തേരി കേന്ദ്രീകരിച്ച് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെയും ഈ മരണത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെ CPIM പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. പല വിധത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ CPIM നടത്തിയിരുന്നു. ഏരിയ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഉൾപ്പെടെ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. യുവജന സംഘടനയായ DYFI-യും സമാനമായ രീതിയിൽ പ്രത്യക്ഷ പ്രതിഷേധം MLA ഓഫീസ് മാർച്ച് അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നതുമാണ്. ഇന്ന് വൈകിട്ട് CPIM-ന്റെ നൈറ്റ് മാർച്ച് നടക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിരോധം തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ സൃഷ്ടിക്കാൻ തന്നെയാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ തുടരുന്നത്. ഈ IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കും വരെ പ്രതിഷേധം തുടരും എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് ജില്ലാ സെക്രട്ടറി റഫീഖ് ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണവും അത്തരത്തിൽ തന്നെയാണ്. മാത്രമല്ല, ഈ ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ളവരുടെ കൃത്യമായ രീതിയിൽ അവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു